ജൂൺ മാസം 1-ാം തീയതി മുതൽ UAE പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ചില സുപ്രധാന മാറ്റങ്ങളാണ് UAE ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത്. ഗതാഗതം, കൗൺസിലർ സേവനങ്ങൾ മുതൽ കുട്ടികളുടെ നിയമപരമായ പ്രായപരിധിയിൽ വരെ ഈ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശമ്പളം വൈകിയാൽ കമ്പനികളെ കാത്തിരിക്കുന്ന കടുത്ത ശിക്ഷാ നടപടികളാണ്. UAEയിൽ ജീവിക്കുന്ന ഏതൊരു പ്രവാസിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ 6 വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി മനസ്സിലാക്കാം. ജൂൺ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഏറ്റവും ഒന്നാമത്തെ മാറ്റം കുട്ടികളുടെ നിയമപരമായ പ്രായപരിധി കുറച്ചതാണ്. ഇതുവരെ UAEയിൽ ഒരാൾക്ക് പൂർണ്ണമായ നിയമപരമായ അധികാരം ലഭിക്കാൻ 21 വയസ്സ് തികയണമായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് 18 വയസ്സായി കുറച്ചിരിക്കുകയാണ്. അതായത് ഇനി മുതൽ 18 വയസ്സ് തികയുന്നതോടെ ഒരു വ്യക്തിക്ക് സ്വന്തമായി എല്ലാ നിയമപരമായ തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശമുണ്ടാകും. സ്വന്തം പേരിൽ കരാറുകളിൽ ഒപ്പിടുക, ബാങ്ക് അക്കൗണ്ടുകളും സ്വന്തം ആസ്തികളും കൈകാര്യം ചെയ്യുക, കോടതികളിൽ സ്വന്തം പേരിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി 18 വയസ്സുള്ളവർക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ദുബായിൽ വാഹനമോടിക്കുന്ന പ്രവാസികളുടെ മാസ ബഡ്ജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ജൂൺ 1 മുതൽ ദുബായിലെ എല്ലാ പാർക്കിംഗ് സേവനങ്ങൾക്കും 5% വാറ്റ് നിർബന്ധമാക്കാൻ പാർക്കിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ റോഡരികിലിടുന്ന ഓൺ സ്ട്രീറ്റ് പാർക്കിംഗ്, സീസണൽ കാർഡുകൾ, പെർമിറ്റുകൾ എന്നിവയ്ക്കെല്ലാം ഇനി മുതൽ 5% അധികം തുക നൽകേണ്ടിവരും. ഇതുകൂടാതെ ദുബായിലെ സാലിക് ടോൾ ഫീസുകൾക്കും ടാഗ് ആക്ടിവേഷൻ ചാർജുകൾക്കും ജൂൺ 1 മുതൽ 5% വാറ്റ് ഈടാക്കി തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. വാഹനമോടിക്കുന്നവർ അറിയേണ്ട മൂന്നാമത്തെ സുപ്രധാന മാറ്റമാണിത്. ദുബായിലെ റോഡരികിലുള്ള പാർക്കിംഗ് മീറ്ററുകളിൽ ഇനി മുതൽ നാണയങ്ങളോ നോട്ടുകളോ ഉപയോഗിച്ച് പണമടയ്ക്കാൻ സാധിക്കില്ല. ജൂൺ 1 മുതൽ നിലവിലുള്ള ഇത്തരം ക്യാഷ് പോയിന്റുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയാണ്. എന്നാൽ പ്രവാസികൾ ഇവിടെ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് നോൾ കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും. കൂടാതെ RTA ആപ്പ്, ദുബായ് നൗ അല്ലെങ്കിൽ പാർക്കിൻ മൊബൈൽ ആപ്പ് വഴിയോ എളുപ്പത്തിൽ ഡിജിറ്റലായി പണമടയ്ക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം UAEയിലെ തൊഴിലാളികളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടതാണ്. WPS അഥവാ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ പുതിയ ഉത്തരവനുസരിച്ച് മുൻമാസം ജോലി ചെയ്തതിന്റെ ശമ്പളം അടുത്ത മാസം 1-ാം തീയതിക്ക് തന്നെ ജീവനക്കാരുടെ അക്കൗണ്ടിലോ കയ്യിലോ കൃത്യമായി നൽകിയിരിക്കണം. 1-ാം തീയതി കഴിഞ്ഞാൽ അതത് കുടിശ്ശികയായി കണക്കാക്കും. ശമ്പളം മുടങ്ങുന്ന ഓരോ ദിവസവും കമ്പനിക്കെതിരെയുള്ള നടപടികൾ കടുത്തതായി മാറും. 2-ാം ദിവസം മുതൽ തൊഴിലുടമയ്ക്ക് UAE മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് നോട്ടീസ് ലഭിക്കും. 5-ാം ദിവസം മുതൽ കമ്പനിക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് തടയും. 11-ാം ദിവസം മുതൽ കമ്പനിക്കെതിരെ കനത്ത പിഴ ഈടാക്കി തുടങ്ങും. കൂടാതെ കമ്പനിയുടെ ഗ്രേഡിംഗ് 3rd ബിസിനസ് ക്ലാസ്സിലേക്ക് താഴ്ത്തും. 16-ാം ദിവസമായിട്ടും ശമ്പളം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിൽ തർക്ക നിയമ നടപടികളിലേക്ക് നീങ്ങാം. 25-ൽ അധികം ജീവനക്കാരുള്ള കമ്പനികളിൽ ശമ്പളം 21 ദിവസം മുടങ്ങിയാൽ കനത്ത പിഴ വരും. 50-ൽ അധികം ജീവനക്കാരുള്ള കമ്പനികളാണെങ്കിൽ കേസ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് നീങ്ങും. ശമ്പളം ഈടാക്കാൻ ഉടമസ്ഥരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും മന്ത്രാലയത്തിന് അധികാരമുണ്ട്. കമ്പനികൾ തങ്ങളുടെ ആകെ ജീവനക്കാരുടെ 85%-നെങ്കിലും ശമ്പളം കൃത്യമായി നൽകിയാൽ മാത്രമേ നിയമം പാലിച്ചതായി കണക്കാക്കൂ. എന്നാൽ തൊഴിൽ തർക്കമുള്ളവർ, ജോലിക്ക് ഹാജരാകാത്തവർ, ശമ്പളമില്ലാത്ത ലീവിലുള്ളവർ എന്നിവർക്ക് ഈ നിയമം ബാധകമല്ല. കൂടാതെ ഹ്രസ്വകാല വർക്ക് പെർമിറ്റുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, പൊതു ടാക്സികൾ, ബാങ്കുകൾ, ആരാധനാലയങ്ങൾ എന്നിവയെ ഈ ശമ്പള നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 5-ാമത്തെ മാറ്റം ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. UAEയിലുടനീളമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കൗൺസിലർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി അൽ ഹിന്ദ് ഗ്രൂപ്പ് ഇന്ത്യൻ മിഷനുമായി പുതിയ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ജൂൺ 15ഓടെ UAEയിലുടനീളം 16 കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിക്കും. ജൂലൈ 1 മുതൽ ഈ കേന്ദ്രങ്ങളിൽ നിന്നും പാസ്പോർട്ട് പുതുക്കൽ, വിസ പ്രോസസ്സിംഗ്, OCI കാർഡ് സേവനങ്ങൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, PCC,
അറ്റസ്റ്റേഷൻ തുടങ്ങിയ എല്ലാ സഹായങ്ങളും പ്രവാസികൾക്ക് വളരെ വേഗത്തിൽ ലഭ്യമായി തുടങ്ങും. ആറാമത്തെ കാര്യം UAE-യിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജൂൺ 21-ഓടെ രാജ്യം കടുത്ത വേനലിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ദുബായിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഗ്ലോബൽ വില്ലേജ്, മിറാക്കിൾ ഗാർഡൻ, ദുബായ് സഫാരി പാർക്ക്, ദുബായ് ഗാർഡൻ ഗ്ലോ എന്നിവയെല്ലാം മെയ് 31 ഞായറാഴ്ചയോടെ താൽക്കാലികമായി അടയ്ക്കുകയാണ്. അതേസമയം UAE വ്യോമാതിർത്തി പൂർണ്ണമായും സാധാരണ നിലയിലായതോടെ തുർക്കിഷ് എയർലൈൻസ്, എയറോഫ്ലോട്ട് തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ജൂൺ മാസം മുതൽ ദുബായിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. ഇത് വരും മാസങ്ങളിൽ പ്രവാസികൾക്ക് ടിക്കറ്റ് ലഭ്യത കൂട്ടാൻ വലിയ രീതിയിൽ സഹായിക്കും. ജൂൺ 1 മുതൽ വരാൻ പോകുന്ന ഈ സുപ്രധാന മാറ്റങ്ങൾ എല്ലാ പ്രവാസികളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പ്രവാസ ലോകത്തെ ഇത്തരം പുതിയ നിയമങ്ങളും വാർത്തകളും അപ്പോൾ തന്നെ ലളിതമായി അറിയാൻ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന വിവരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.